Hello. Welcome to market discussion of the day. Today, August 26, 2025, ട്യൂസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എനിക്കതിന് മുന്നേ ആയിട്ടൊരു കാര്യം പറയണം. ഇന്നലെ എനിക്ക് മാർക്കറ്റ് ഡിസ്കഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇന്നലെ ഞാൻ ഒരു ടൂറിലായിരുന്നു. സോറി ഫോർ ദാറ്റ്. ബേസിക്കലി ഇന്നലെ എനിക്ക് പറയാനും പറ്റിയില്ല, കാരണം ഇന്നലെ രാവിലെ തന്നെ വരും എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്നലെ ഈവനിങ് ആണ് എത്തിയത്. ഞാൻ അതുകൊണ്ടിട്ടാണ് ഇന്നലെ മാർക്കറ്റ് ഡിസ്കഷൻ ഇടാൻ പറ്റാതിരുന്നത്. ഓക്കെ, നമ്മൾ ഈ ആഴ്ച മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എല്ലാ വട്ടവും ഒരു വീക്ക് തുടങ്ങുമ്പോൾ നമ്മൾ ആ വീക്കിലെ ഫണ്ടമെന്റൽസിനെ കുറിച്ച് പറയാറുണ്ട് അല്ലേ. അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ആഴ്ചത്തെ മേജറായിട്ടുള്ള എന്തൊക്കെയാണ് ന്യൂസുകൾ എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ഇന്ന് ഉച്ചയ്ക്ക് 1:30 മണിക്ക് 1:30 മണിക്ക് ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ഉണ്ട്. ഭയങ്കര വലിയ വോളറ്റാലിറ്റി ഒന്നും ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ലാത്തൊരു ന്യൂസാണ്. പക്ഷേ CB കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. UK ടൈമിംഗ് 3 മണിക്കാണ് ഈ ഒരു പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. അത് നല്ലൊരു വോളറ്റാലിറ്റി, ഒരു ഡയറക്ഷണൽ ചേഞ്ച് ഒന്നും ഉണ്ടാക്കത്തില്ല. പക്ഷെ എന്നാലും വലിയ ഒരു വോളറ്റാലിറ്റി ഉണ്ടാക്കാനായിട്ട് നല്ല പോസിബിലിറ്റി ഉള്ളൊരു ന്യൂസാണ് CB കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ്. ഓക്കെ, നാളെ നമുക്ക് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. എല്ലാ വ്യാഴാഴ്ചയും വരുന്ന ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഈ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വരുന്നത്. പിന്നീട് നമുക്ക് മറ്റന്നാൾ വ്യാഴാഴ്ച നമുക്ക് രാവിലെ 10 മണിക്ക് യൂറോ സോണിൽ നിന്ന് കൺസ്യൂമർ പ്രൈസ് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഓക്കെ, അതിനുശേഷം ഉച്ചയ്ക്ക് 1:30 മണിക്ക് നമുക്ക് GDP അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് US ന്ന്. അതാണ് ഈ ആഴ്ചത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഗോൾഡിൻ്റെയൊക്കെ ഒരു ഡയറക്ഷണൽ ചേഞ്ച് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ പറയുന്ന വ്യാഴാഴ്ച ആകണം എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, പിന്നീട് വ്യാഴാഴ്ച തന്നെ നിങ്ങൾക്കറിയാം ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വരുന്നുണ്ട് 1:30 മണിക്കാണ്. ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും നമ്മുടെ ഈ GDP അനൗൺസ്മെൻറ്റും ഒരുമിച്ച് ഒരേ സമയം വരുമ്പോൾ എന്താകും മാർക്കറ്റിലെ വോളറ്റാലിറ്റി എന്നുള്ള കാര്യം നിങ്ങൾ ഊഹിച്ച് തന്നെ എടുക്കുക. ഓക്കെ, വ്യാഴാഴ്ച നമുക്ക് JPYയിൽ നിന്ന് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. വെളുപ്പിനെയാണ് ആ ഒരു ന്യൂസ് പർട്ടിക്കുലർലി വരുന്നത്. അതിനുശേഷം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ കോർ PCE പ്രൈസ് ഇൻഡെക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എന്നാലും ഒരു ചെറിയ വോളറ്റാലിറ്റി ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ഒരു ന്യൂസാണ്. ഇതൊക്കെയാണ് നമുക്ക് ഈ ആഴ്ച കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, GDP അനൗൺസ്മെൻ്റ് ആണ്. അതേപോലെ തന്നെ JPYയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വെള്ളിയാഴ്ച വരുന്ന റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസും കൂടെ ഒന്ന് കൺസിഡർ ചെയ്ത് പോവുക. ഓക്കെ, ഇന്ന് എടുത്ത് പറയുമ്പോൾ ഇന്ന് നമുക്ക് കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ഉണ്ട് US നിന്ന് വരുന്ന. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ആ ഒരു സമയത്ത് ട്രേഡ് ഇന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ആദ്യമായിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഈ അടുത്ത ആഴ്ച, അതായത് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ വീണ്ടും ഒരു ലൈവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ക്ലാസ് നടക്കുന്നത്. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്ത് തരികയും ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഇപ്പം പല ആൾക്കാർക്കും ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ റെക്കോർഡ് സെഷനും അയച്ചു തരാം എന്നുള്ള കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. പക്ഷേ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, നിങ്ങൾ കഴിവതും നിങ്ങൾ ലൈവ് സെഷൻ തന്നെ അറ്റൻഡ് ചെയ്ത് പോയാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ലൈവ് മൂവ്മെൻറ്റ് വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പോകാനും സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. ടെക്നിക്കൽ സൈഡിൽ പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. പല ആൾക്കാരും ബ്രോക്കർ ഇന്ത്യയിൽ യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ പല ബ്രോക്കേഴ്സിനും ഇന്ത്യയിൽ പ്രശ്നമുണ്ടായത് കൊണ്ടിട്ടും വിഡ്രോവൽസിനൊക്കെ പ്രശ്നമുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ജെനുവിനായിട്ടുള്ള അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഒരു ബ്രോക്കറാണ് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് നമുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ റെഗുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് UAE റെഗുലേഷൻ,
UK റെഗുലേഷൻ, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നൊക്കെയുള്ള മേജർ റെഗുലേഷൻസ് ഉള്ള ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ തന്നെ $100,000 വരെ ലോയിഡ്സ് ബാങ്ക്, UK ബേസ് ചെയ്തിട്ടുള്ള ലോയിഡ്സ് ബാങ്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് തരുന്നുമുണ്ട്. ഓക്കെ, സോ അതിലൂടെ ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും അതേപോലെ തന്നെ എന്താ പറയുക, സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ കൂടെ നമുക്ക് നല്ല രീതിയിലുള്ള ബോണസും, ഇപ്പോൾ ഫസ്റ്റ് ഡെപ്പോസിറ്റിന് തന്നെ ഫസ്റ്റ് $500 50%, ടോട്ടൽ എത്ര ഡെപ്പോസിറ്റ് ചെയ്യുന്നോ അതിൻ്റെ 20% ഇവർ ബോണസായിട്ട് തരികയും സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റ് എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നോ അപ്പോഴൊക്കെ നമുക്ക് ഈ പറയുന്ന 20% അവർ തരികയും ചെയ്യുന്നുണ്ട്. സോ ഇത് വളരെ നല്ലൊരു ഓഫറാണ് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. നല്ല രീതിയിൽ നമുക്ക് അതിൽ നിന്ന് ട്രേഡ് ചെയ്ത് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, സോ അത് എന്താ പറയുക, എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ സ്റ്റാറിൻ്റെ ലിങ്ക് ഉണ്ട്. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് തരാൻ പറ്റുന്ന ഓഫേഴ്സിനെ കുറിച്ചും നിങ്ങളടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പം നമ്മളുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPYയിലോട്ട് പോവാം. JPY ഇപ്പോൾ കറൻറ്റ്ലി ട്രേഡ് ചെയ്യുന്നത് 147.51 എന്ന് പറയുന്ന റേഞ്ചിലാണ് അല്ലേ. 147.51 നമുക്ക് ഇവിടുന്ന് എന്ത് എന്നുള്ളൊരു കാര്യമാണ് അല്ലേ. സോ 148 അവിടെ നിങ്ങൾ ഇന്നലെയും മെനഞ്ഞാന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 148 അവിടെ നിന്ന് ഉള്ള സെല്ല്. ഓക്കെ, സോ 148.9 വരെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നുള്ള ആൾക്കാർക്ക് 147 വരെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. സോ ഇന്നും വീണ്ടും 147.9 അടുത്ത് വീണ്ടും വന്നിട്ടുണ്ട്. അവിടുന്ന് സെല്ലെടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു 50 to 60 പിപ്സിൻ്റെ പ്രോഫിറ്റ് ഉണ്ട്. അത് 147 ആകുമ്പോൾ വീണ്ടും അത് കട്ട് ചെയ്ത് കളയുക. സോ 2 ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. സോ 147 അവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ബൈയും ചെയ്യാം കേട്ടോ. സോ വളരെ നാരോ റേഞ്ച് ആയതുകൊണ്ട് 147 അവിടെ നിങ്ങൾക്ക് ബൈ വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ JPY ഇതാണ് ഓപ്പർച്യൂണിറ്റി. JPY പക്കായിട്ട് നമുക്ക് JPY വർക്ക് ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. നല്ലൊരു എൻട്രി 146 ഓക്കെ, 148 അവിടെ നിന്ന് സെല്ലെടുക്കുന്ന ആൾക്കാർ 148 തന്നെ കിട്ടൂല കേട്ടോ. 147.9, 147.85 ഈ റേഞ്ചിലൊക്കെയാണ് നമുക്ക് മാർക്കറ്റിനെ കിട്ടുള്ളൂ. ഓക്കെ, ഒരു വര വരച്ചിട്ട് മാർക്കറ്റ് അവിടെ പോയി നിൽക്കാൻ പറഞ്ഞാൽ മാർക്കറ്റ് നിൽക്കൂല. സോ ഈ ഒരു റേഞ്ചിൽ നിന്ന് നമുക്ക് ബൈ എടുത്ത് മുന്നോട്ട് പോവുക, സെല്ലെടുത്ത് മുന്നോട്ട് പോവുക. 146 അവിടെ നിന്ന് പ്രോപ്പറായിട്ട് ബൈ എൻട്രി എടുക്കുക. 147 അവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. പക്ഷേ 147 അവിടെ എടുക്കാൻ നേരത്ത് നിങ്ങൾ നോർമലി എടുക്കുന്നതിൻ്റെ പകുതി ലോട്ട് സൈസ് മാത്രം എടുത്ത് മുന്നോട്ട് പോവുക. 148 അടുത്ത് നിന്ന് സെല്ലെടുക്കുന്ന ആൾക്കാർ 148.60 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക. 148.8 എങ്കിലും വെക്കുക കേട്ടോ. $2 എങ്കിലും മാറ്റി വെച്ച് എടുക്കുക. 146 അവിടെ എടുക്കുന്ന ആൾക്കാർ പ്രീവിയസ് ലോ ആയിട്ടുള്ള 147 അവിടെ എടുക്കുന്ന ആൾക്കാർ 146.50 താഴെ ആയിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, ടൈറ്റ് ആയിട്ട് വെക്കുക. 146 അവിടെ നിന്നാണ് ബൈ എടുക്കുന്നതെങ്കിൽ 145.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഇതാണ് JPYയിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം യൂറോ 1.16456 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ഓക്കെ, നമുക്ക് 1.1600 അവിടെ കിട്ടിയാൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സോ ഇന്നലെയൊക്കെ 1.16 അടുത്ത് ഇന്ന് രാവിലെ 1.16 അടുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ 1.16 അടുത്ത് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് 1.15 അടുത്ത് കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്യാനാണ് അല്ലേ. 1.16 അടുത്ത് കിട്ടുകയാണെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതിൽ തെറ്റില്ലാത്ത കാര്യമാണ് എന്നെടുത്ത് പറഞ്ഞ് പോവുകയാണ്. നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBPക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഫേസ് ചെയ്യുന്നത് നമുക്ക് കാണാം അല്ലേ. സോ നേരത്തെ ഒരു ഒറ്റ ക്യാൻഡിൽ 1.1343 എന്ന് പറയുന്ന റേഞ്ചിലൊക്കെ വന്നു. GBP നല്ലൊരു എൻട്രി 1.3400 അവിടെ നിന്ന് നമുക്ക് നല്ലൊരു എൻട്രി ഉണ്ട്. അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് GBPയിൽ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. നമുക്ക് 1.3400 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3340 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസും വെക്കണം എന്നുള്ളൊരു കാര്യം നിർബന്ധമായിട്ടും പാലിച്ച് പോവുക എന്നുള്ളതാണ് എനിക്ക് എടുത്ത് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുള്ളത്. ഓക്കെ, നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പോൾ 3373 നിൽക്കുന്നു. എനിക്ക് 3360 to 3380 എങ്ങോട്ടാണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പിടികിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, സോ 3382 മുകളിലായിട്ട് ക്യാൻഡിൽ ഫോർമേഷൻ, അതായത് 4 hour ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല.
അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് ലോങ്ങർ ടേമിലോട്ടൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. 3360 to 3380 നമ്മുടെ റേഞ്ച് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. സോ അതുകൊണ്ടിട്ട് ഒരു 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 ഷോർട്ടർ ടേം ട്രേഡാണ് ഞാൻ ഇന്ന് പറയുന്നത്. $5 ട്രേഡ് എടുത്ത് മാറുക. ഓക്കെ, $5 പ്രോഫിറ്റ് എടുത്ത് മാറുക. 3380 അവിടെ കിട്ടിയാൽ അവിടുന്ന് സെല്ലെടുക്കുക. 3360 അവിടെ കിട്ടിയാൽ അവിടുന്ന് ബൈ എടുക്കുക. $5 മൂവ്മെൻറ്റ് കിട്ടിയാൽ അവിടുന്ന് പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളൂ. കാരണം എന്താ പറയുക, ചെറിയ മൂവ്മെൻ്റാണ്. ഇന്നലേക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, വളരെ ചെറിയ മൂവ്മെൻ്റാണ് മാർക്കറ്റിൽ ഉള്ളത്. സോ ആ ഒരു സമയത്ത് നമ്മൾ വെറുതെ എന്താ പറയുക, എന്തിനാണ് നമ്മൾ റിസ്ക് എടുത്ത് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഓക്കെ, സോ ഇതൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമുക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ പല ആൾക്കാരിലോട്ടും ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. കൂടുതൽ ആൾക്കാരിലോട്ട് ക്ലാസ്സസ് ഫ്രീ ആയിട്ട് കിട്ടണം എന്നുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക, എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനെ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.